നമസ്കാരം. ഇന്ന് ലോക പുസ്തക ദിനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ലൈവ് ചെയ്യാം എന്നുള്ളതാണ് കൂട്ടക്ഷരങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ലൈവിൽ ചേർന്ന ശേഷം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നൊരു ക്വിസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച്, മലയാള പുസ്തകങ്ങളെക്കുറിച്ച്, അവയെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണെങ്കിൽ ആ പുസ്തകം എഴുതിയ ആളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ക്ലൂ ചോദിക്കാം. അത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ക്ലൂസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ 20 ചോദ്യങ്ങളാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര ചോദ്യങ്ങൾക്ക് എല്ലാവരും ശരി ഉത്തരം പറയും എന്ന് നോക്കാം. ആരും ഇതുവരെ ലൈവിൽ ചേർന്നിട്ടില്ല. ഇന്ന് പുസ്തക ദിനമായിട്ട് എല്ലാവരും തിരക്കിലാണോ, അതുകൊണ്ടാണോ ആരെയും കാണാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. സുനന്ദ മഹേഷ് ചേർന്നിട്ടുണ്ട്. ലൈവ് കാണാമെന്നപ്പോൾ ഉറപ്പിക്കാം. അപ്പോൾ ഒരു 2-3 പേര് കൂടി ലൈവിലേക്ക് ചേരട്ടെ, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ഇന്ന് പുസ്തക ദിനമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പദ്ധതികൾ എന്നുകൂടി കമൻറ്റിലൊക്കെ പറയാവുന്നതാണ്. ഇന്നിപ്പോൾ ഒരു പുസ്തകം വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ പുസ്തക മേളകൾക്കൊക്കെ പോകുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് ബുക്ക് എക്സിബിഷൻസും ഒക്കെ നടക്കുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ അത്തരത്തിലുള്ള എക്സ്പ്ലോറേഷനെ കുറിച്ച് കൂടി പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഞാനൊരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാചകം, ഒരു കോട്ട് പറയാം. അത് ആരുടെ ഏത് പുസ്തകമാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വായിക്കാം. ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. ഇത് ഏത് പ്രസിദ്ധമായ മലയാളം പുസ്തകത്തിലെ ഒരു വാചകമാണ്, ആരുടെ പുസ്തകമാണെന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ക്ലൂ വേണ്ടവർക്ക് ആദ്യത്തെ ക്ലൂ, ഇതൊരു സ്ത്രീ എഴുത്തുകാരിയാണ്. ചോദ്യം ഇതാണ്: ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. ഇത് ആരുടെ ഏത് പുസ്തകത്തിൽ ഉള്ള വാചകമാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഉത്തരം നോക്കട്ടെ ആരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവിൽ എന്നോടൊപ്പം ചേരുകയും ചെയ്യാം. ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവിൽ എന്നോടൊപ്പം ചേരാവുന്നതാണ്. ആരും ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. ഇത് ഒരു മലയാളി എഴുത്തുകാരിയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കോട്ടാണ്. ഉത്തരം ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 20 ചോദ്യങ്ങളാണുള്ളത്. ഇപ്പം തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ ആര് പറയുന്നു നോക്കാം. ആരാണ് ഏറ്റവും വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉത്തരം പറയട്ടെ എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉത്തരം കമൻറ്റ് ചെയ്യൂ. ശരിയാണെങ്കിൽ ജയശ്രീക്ക് ഒരു പോയിന്റ് കിട്ടും. ബാക്കി എല്ലാവരും ശ്രമിക്കുക. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. എനിക്കിതിൽ ആരെയും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. FBയുടെ തന്നെ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഉത്തരം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു ക്ലൂ പറഞ്ഞതൊരു സ്ത്രീ എഴുത്തുകാരിയാണ് എന്നുള്ളതാണ്. അടുത്ത ക്ലൂ വേണമെങ്കിൽ, അടുത്ത ക്ലൂ ആവശ്യമുണ്ടോ? അടുത്ത ക്ലൂ അവരൊരു മുൻ പത്രപ്രവർത്തകയാണെന്നുള്ളതാണ്. KR മീര എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം. പുസ്തകത്തിന്റെ പേര് കൂടി കമന്റ് ചെയ്യണം, എന്നാലേ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുള്ളൂ. KR മീരയുടെ ഏത് പുസ്തകത്തിൽ നിന്നുള്ള വാചകമാണ് ഞാൻ പറഞ്ഞത്? ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. KR മീരയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലിൽ നിന്നുള്ള വാചകമാണ്. ഏതാണ് നോവൽ എന്നുള്ളതാണ് ചോദ്യം.
ഉത്തരം KR മീരയാണെന്ന് ജയശ്രീ ജോൺ പറഞ്ഞു, പക്ഷെ പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഉത്തരം ആരും പറയാത്തത് എന്താ? KR മീരയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, എന്നാൽ ക്വിസ് മാസ്റ്റർക്ക് തന്നെ പകുതി പോയിന്റ് കിട്ടും. ജയശ്രീ ജോൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഖബർ എന്നുള്ള KR മീരയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാചകമാണ് ഇത്. അടുത്തത് ഞാനൊരു കഥാപാത്രത്തിന്റെ പേര് പറയാം. ആ കഥാപാത്രം ഉള്ള പ്രസിദ്ധമായ മലയാളം നോവൽ ഏതാണെന്ന് പറയണം. കഥാപാത്രത്തിന്റെ പേര് ക്രിസ്റ്റി ആന്ത്രപ്പേർ. ഈ കഥാപാത്രമുള്ള മലയാളം നോവൽ ഏതാണ്, ആരുടേതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ക്രിസ്റ്റി ആന്ത്രപ്പേർ എന്നുള്ള പേരുള്ള കഥാപാത്രം ഉള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം വാട്സാപ്പ് ചെയ്യൂ എന്ന് സുനന്ദ മഹേഷ് ചോദിക്കുന്നുണ്ട് ജയശ്രീ ജോണിനോട്. കള്ളക്കളി പാടില്ല, സത്യമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ ഞാനിവിടെ സ്വീകരിക്കുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാലും നിങ്ങളുടെ ഒരു വായനയുടെ ഡെപ്ത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ക്വിസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. രമ്യ ഭാരതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ള ബെന്യാമിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ക്രിസ്റ്റി ആന്ത്രപ്പേർ എന്നുള്ള കഥാപാത്രം. ബാക്കിയുള്ളവർക്കും അടുത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ആരെങ്കിലും എന്നോടൊപ്പം ലൈവിൽ ചേരുകയാണെങ്കിൽ ഞാൻ അവരോട് നേരിട്ട് ചോദ്യം ചോദിക്കാം. പക്ഷെ പലരെയും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരൊന്നും ആഡ് ആകുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഇതൊരു കോട്ട് തന്നെയാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യമായിരിക്കും. വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല, നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ഇത് ഏത് പ്രസിദ്ധമായ ചെറുകഥയിലെ വാചകമാണ്? അല്ലെങ്കിൽ വേണമെങ്കിൽ ക്ലൈമാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ കഥയാണ് എന്നുകൂടി പറയണം. ഞാൻ പലരെയും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ FBയുടെ തന്നെ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ആരെയും ആഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. മൂന്നാമത്തെ ചോദ്യമാണ്. ഈ വാചകം ഇതിന്റെ ഉത്തരം എനിക്ക് പറയണമെന്ന് ജയശ്രീ ജോൺ പറയുന്നുണ്ട്. ജയശ്രീ ജോൺ പറയരുത്. ജയശ്രീ ജോൺ ഇത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവസരം കൈമാറുക. വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല, നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കും. ഇത് ഏത് പ്രശസ്ത കഥാകാരന്റെ ഒരു ചെറുകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള വാചകമാണ്? ആ കഥയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആരും ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പലരെയും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലൈവിലേക്ക്, പക്ഷേ സാധിക്കുന്നില്ല. ജയശ്രീ ജോൺ തന്നെ അടുത്ത പോയിന്റും നേടിയിരിക്കുകയാണ്. P. പത്മരാജന്റെ ലോല എന്ന ചെറുകഥയിൽ നിന്നുള്ള അതിന്റെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള വാചകമാണ്. വീണ്ടും കാണുക എന്നൊന്നും ഉണ്ടാവില്ല, നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്നാണ് നമ്മളിപ്പോ ചോദിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം. ഞാൻ പറയുന്ന കഥാപാത്രങ്ങൾ ഏത് പുസ്തകത്തിലെയാണെന്ന് പറയണം. സഞ്ചാരിണി ദീപ്ത, വെണ്ണില, മരിയ നളിനി ഈ കഥാപാത്രങ്ങൾ പേരുകളായി വരുന്ന മലയാളം നോവൽ ഏതാണ്, ആരുടെയാണ്? ഉത്തരം കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ എന്നോടൊപ്പം ചേർന്നും ഉത്തരം പറയാവുന്നതാണ്. ഫേസ്ബുക്കിൽ ആരെയും ലൈവിൽ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ആരെയും ആഡ് ചെയ്യാൻ ഫേസ്ബുക്ക് അനുവദിക്കുന്നില്ല. അപ്പോ ഈ കഥാപാത്രങ്ങൾ ഏത് നോവലിലാണ് എന്നുള്ളതാണ് ചോദ്യം. സഞ്ചാരിണി ദീപ്ത, വെണ്ണില, മരിയ നളിനി തുടങ്ങിയ കഥാപാത്രങ്ങൾ
ഏത് നോവലിന്റെ കഥാപാത്രങ്ങളാണെന്നുള്ളതാണ് ചോദ്യം. ആരുടെ? സിൽവി മൈക്കിൾ കേൾക്കാമോ? കേൾക്കാം. ഈ ചോദ്യം പറയുമോ? സഞ്ചാരിണി ദീപ്ത, വെണ്ണില, മരിയ നളിനി. ഇത് ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ഞാൻ വായിച്ചിട്ടില്ല. ജിസ ജോസിന്റെ പുസ്തകമാണോ? അതെ. പേര് കിട്ടുന്നില്ല. പേര് കിട്ടുന്നില്ല. ആദ്യത്തെ അക്ഷരം പറയാമോ? ആദ്യത്തെ അക്ഷരത്തിൽ കഴിഞ്ഞ ദിവസം ജയശ്രീ കൂടെ പാട്ടുകൾ പാടിയിരുന്നു. ഓ മൈ ഗോഡ്, സോറി, പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല. രുദ്ര അല്ല. ആരെങ്കിലും ഉത്തരം പറയുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു പുസ്തക ദിനം ആണിന്ന്. അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് പറയൂ. ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്ന ഒരു പുസ്തകം, എന്നും ഓർക്കുന്ന ഒരു പുസ്തകം, ഒന്നേ ഒന്ന്. പുസ്തകം എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ച, എന്നെ അത്ഭുതപ്പെടുത്തിയ പുസ്തകം MTയുടെ രണ്ടാമൂഴമാണ്. പിന്നെ ഒത്തിരി പുസ്തകങ്ങളുണ്ടായി. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത പുസ്തകം അർദ്ധരാത്രി, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. പിന്നെ വേറൊരു ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടായിരുന്നു, മെമ്മോയേഴ്സ് ഓഫ് ജീഷ എന്നും പറഞ്ഞുകൊണ്ട്. അത് ഒരു ജപ്പാനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ജീഷയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അത് കിടിലൻ പുസ്തകമായിരുന്നു. അതൊക്കെയാണ് എന്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങള്. നമ്മുടെ പ്രേക്ഷകർ ഒന്നും ഉത്തരം പറയുന്നില്ല. പല ഉത്തരങ്ങളും ജയശ്രീജോൺ തന്നെ പറയേണ്ടി വരുന്നു. ഇതിന്റെ ഉത്തരം മുദ്രിത എന്നാണ്. ജിസ ജോസിന്റെ മുദ്രിത കഥാപാത്രങ്ങളാണ് സഞ്ചാരിണി ദീപ്ത, വെണ്ണില, മരിയ നളിനി തുടങ്ങിയവർ. രുദ്ര എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. എനിക്ക് പേര് രുദ്ര വരെ അങ്ങനെയാ ഓർത്തിരുന്നത്, മുദ്രിത എന്ന് കിട്ടിയില്ല. ഓക്കെ ഓക്കെ, നന്ദി സിന്ധു. മറ്റാർക്കെങ്കിലും നമ്മുടെ ലൈവിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി, ഞാൻ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ പറയുന്ന പേരുള്ള പുസ്തകം ആരുടെ രചനയാണെന്ന് പറയണം. എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആരാണെന്ന് പറയണം. കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ. ഒരുപക്ഷെ നൊസ്റ്റാൾജിയക്ക് ഇത്രയും നല്ലൊരു പേര് ഉണ്ടാക്കിയ ഒരു പുസ്തകം കൂടിയാണിത്. കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ. ഇത് ആരുടെ പുസ്തകമാണ്? ആരാണത് എഴുതിയത്? വളരെ പ്രശസ്തയായ ഒരു വ്യക്തി കൂടിയാണ്. വേണമെങ്കിൽ കുറച്ച് കുപ്രസിദ്ധയാണെന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരം അറിയുന്നവർ, ബിന്ദു രാജേഷ് പറവൂർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദീപ നിശാന്തിന്റെയാണ് കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്നുള്ള പുസ്തകം. സുനന്ദ മഹേഷ്, ദീപേഷ് ചുഴലി, അതുപോലെ തന്നെ രമ്യ ഭാരതി, ദിവ്യ ശ്രീകുമാർ, ഇവരെല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദീപ നിശാന്ത് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഞാൻ ഈ പറയുന്ന കഥാപാത്രങ്ങൾ ഏത് പുസ്തകത്തിലെയാണെന്ന് പറയണം. എസ്ത, റാഹേൽ, അമ്മു. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മലയാളം നോവലിലെ കഥാപാത്രങ്ങളാണിവർ. എസ്ത, റാഹേൽ, അമ്മു. ഏത് പുസ്തകത്തിലെ, ആരുടെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണെന്നുള്ളതാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊപ്പം ലൈവിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ജോയിൻ കൊടുത്താൽ മതി. പലരെയും ആഡ് ചെയ്യാൻ ഫേസ്ബുക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉത്തരം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എസ്ത, റാഹേൽ, അമ്മു. മലയാളം പുസ്തകത്തിന്റെ പേര് പറയണം. ആര് രചിച്ച മലയാളം പുസ്തകത്തിലെ? ഇംഗ്ലീഷ് പുസ്തകമാണ്, ശരിയാണ്. പലരും ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് മലയാളം വേർഷനിലുള്ള പേര് തന്നെ കിട്ടണം. രമ്യ ഭാരതി പറയുന്നു അരുന്ധതി റോയുടെ പുസ്തകമാണെന്ന്. ബിന്ദു രാജേഷ് പറവൂർ, സിൽവി മൈക്കിൾ, രമ്യ ഭാരതി തുടങ്ങിയവരും പറയുന്നുണ്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന്. തീർച്ചയായിട്ടും അതിനൊരു മലയാളം പേരുണ്ട്. ആ പേരാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
ജയശ്രീ ജോൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു രാജേഷ് പറവൂർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കാര്യങ്ങളുടെ ആ, ഒടയ തമ്പുരാൻ. ബിന്ദു രാജേഷ് പറവൂർ പറഞ്ഞതാണ് കുറച്ചുകൂടി ശരിയായ ഉത്തരം. ചെറിയ കാര്യങ്ങളുടെ അല്ല, കുഞ്ഞു കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നിങ്ങളെ ആരെയും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖവാർത്ത ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് എന്ന് ഫേസ്ബുക്കിന്റെ മുതലാളിക്ക് തന്നെ അറിയുള്ളൂ എന്ന് തോന്നുന്നു. പലരെയും ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ പോയിന്റ് ഞാൻ ജയശ്രീക്ക് പകുതി പോയിന്റും ബിന്ദു രാജേഷിന് പകുതി പോയിന്റുമായി വീതിച്ചു നൽകുന്നു. രമ്യ ഭാരതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രമ്യ, ഇന്ന് പുസ്തക ദിനമാണ്. അപ്പോ ഇഷ്ടപ്പെട്ട പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും എന്താ പറയാ, നാല് പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തീരാൻ പറ്റാത്തതുകൊണ്ട് ഈ ലൈവ് മതിയാവില്ല. അങ്ങനെ ഒരു പുസ്തകമായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുസ്തകത്തെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇപ്പോ ചില മാർക്കറ്റിംഗ് വരികൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടേ ഉള്ളൂ, പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല എന്നുള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പുസ്തകം ഒരു ഭയങ്കര ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ പുസ്തകം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പുസ്തകം ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുകയോ ചോദിച്ചാൽ ഇല്ല, എന്നാൽ പോലും ഒരു പുസ്തകം നല്ല സുഹൃത്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പുസ്തകം സുഹൃത്ത് എന്നുള്ളതിനേക്കാളും കൂടുതൽ നല്ലൊരു ട്രെയിനർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ വിഷ്വലൈസേഷൻ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ചിന്തകളെ വേറെ പല ഭാഗത്തു നിന്നും ട്രിഗർ ചെയ്യാനൊക്കെ മനുഷ്യന്മാരെക്കാളും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ബയാസ്ഡ് അല്ലാതെ. പുസ്തകങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെലക്റ്റീവ് നേച്ചർ കാണിക്കാറുണ്ടോ? അതോ എന്തും വായിക്കുന്നതാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോൺറകളാണോ കൂടുതൽ ഇഷ്ടം? പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര കുറവാണ്. ഞാൻ വായിച്ചിരുന്ന കാലത്ത് വായിച്ചിരുന്നത് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ. അന്ന് നമുക്ക് അധികം ചോയ്സ് ഇല്ലല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട തരം പുസ്തകങ്ങളാണ് ഇപ്പോഴും വായിക്കാൻ ഇഷ്ടം. ഈ പറഞ്ഞ പോലെ നോൺ ഫിക്ഷൻ ഒന്നും അത്ര അധികം ഒന്നും വായിക്കാൻ പറ്റാറില്ല. ഫിക്ഷൻ തന്നെയാണ് ഇഷ്ടം. കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ റൊമാൻസ് ഇഷ്ടമാണ്, ത്രില്ലറുകൾ ഇഷ്ടമാണ്. അതല്ലാതെ അത്ര അധികം പരന്ന വായന ഇല്ല. പിന്നെ വായിച്ച പുസ്തകം വീണ്ടും വീണ്ടും വായിച്ച് ഓരോ പ്രാവശ്യം അതിനെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ, അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. പേഴ്സ്പെക്റ്റീവ്. അതാണ് കൂടുതൽ ഇഷ്ടം. പുതിയതൊന്നും വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരിക്കൽ വായിച്ചത് ഒന്നുകൂടെ വായിച്ച് ഒന്നുകൂടെ നമ്മൾ കാണാത്തൊരു ആംഗിൾ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. സൈക്കോ വായന. കമന്റുകളിൽ എല്ലാവരും പറയാ നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകത്തെ കുറിച്ച്, നിങ്ങളുടെ വായനാ രീതിയെ കുറിച്ച്. ചിലർ വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുസ്തകം ഒരു തവണ കൂടുതൽ വായിക്കാറില്ല എന്നുള്ളതാണ്. ആ സമയം ഉണ്ടെങ്കിൽ വേറൊരു പുസ്തകം പെട്ടെന്ന് വായിക്കാം എന്നുള്ള ഒരു അതിമോഹം കൊണ്ടായിരിക്കാം ഞാൻ പുസ്തകങ്ങൾ റിപ്പീറ്റഡ് ആയി വായിക്കുന്ന സാഹചര്യം വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം രമ്യയോട് ചോദിക്കാം. രമ്യക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ കമന്റിലുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. നിന്നോട് ഒരു രഹസ്യം പറയാം. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. ഏത് നോവലിലെ വരികളാണ്, ആരുടെ പുസ്തകത്തിലെ എന്നുള്ളതാണ് ഒരു ക്ലൂ ഉള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഈ പുസ്തകം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വരിയാണിത്. നിന്നോടൊരു രഹസ്യം പറയാം, നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. ഈ വരി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വരി മാത്രമായിട്ടാ കേട്ടതായിട്ടോ. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇഷ്ടമുള്ള പുസ്തകം ഒരുപാട് തവണ ആവർത്തിച്ച് വായിക്കും. വർഷം തോറും വായിക്കുന്ന പുസ്തകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിഷുവും ഓണവും പോലെ വർഷം വർഷം തിരിച്ചു വരുന്ന പുസ്തകങ്ങൾ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വായനാ രീതികളാണ്. ചിലര് എനിക്കൊരാളെ കൂട്ടിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ചിലർക്ക് എനിക്ക് തോന്നുന്നു സീസൺ തന്നെയുണ്ട് വായനയ്ക്ക്. ചിലർ കുറെ കാലം കവിതകൾ മാത്രമേ വായിക്കുള്ളൂ. അത് കഴിയുമ്പോഴായിരിക്കും ചിലർ കുറെ കാലം ത്രില്ലർ മാത്രമേ വായിക്കുള്ളൂ. പിന്നെ കുറെ കാലം പ്രണയ പുസ്തകങ്ങളായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വായനാ ശീലങ്ങളും അനുഭവങ്ങളും ഉള്ളവരാണ്. ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും ചില പുസ്തകങ്ങൾക്ക്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോ കെയർ ഓഫ് ആനന്ദി ആയിരിക്കും ഇപ്പൊ ചുറ്റും കാണുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അതാണ് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഈ വരി ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ.
കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എഴുതിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ് ഇപ്പോ. അതിൽ നിന്നുള്ള വാചകമാണ് ഞാൻ പറഞ്ഞത്. നിന്നോട് രഹസ്യം പറയാം, നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. ഈ വാചകത്തോട് യോജിക്കുന്നുണ്ടോ രമ്യ? ഉണ്ടാവുമായിരിക്കും. രഹസ്യമായി പ്രണയിക്കാതെ ഇവർക്കൊക്കെ വായി തുറന്ന് പറഞ്ഞൂടെ? അതൊക്കെ രഹസ്യമായി പ്രണയിക്കുന്ന രഹസ്യമായിട്ടിരിക്കുന്നതല്ലേ ഭംഗി. ഒരു ഭംഗി അല്ലെ? രഹസ്യമായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു ഭംഗി. രഹസ്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതവിടെ രഹസ്യമായിട്ടിരുന്നോട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. ശരി, ഓക്കെ അപ്പൊ രമ്യ, ബൈ. അപ്പോൾ ഉത്തരങ്ങൾ വരുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ഉത്തരം പറഞ്ഞ് ബിന്ദു രാജേഷ് പറവൂർ ഒരു പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഷാൻ ഷാനൂസ് പറയുന്നു അറിഞ്ഞൂടാ എന്നുള്ളത്. കെയർ ഓഫ് ആനന്ദിയെ അറിയാത്തൊരു വായനക്കാരൻ ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ അപൂർവമാണ്. കാരണം അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണത്. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെയും കാണാൻ സാധിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അതിന്റെ പേരിൽ തന്നെ എഴുത്തുകാരിൽ പലതരത്തിലുള്ള വിഭജനവും നടക്കുന്നുണ്ട്. ഒരു പൾപ്പ് ഫിക്ഷൻ ആണ് കൂടുതൽ ആൾക്കാർ വായിക്കുന്നത്, ലിറ്റററി ഫിക്ഷൻ വായിക്കാൻ ആളില്ല എന്നുള്ള പരാതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അടുത്ത എന്റെ ചോദ്യം, ഈ വാചകം ഏത് നോവലിൽ നിന്നുള്ളതാണെന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇത് ഏത് നോവലിലെ ആരുടെ കൃതിയിൽ നിന്നുള്ള വാചകമാണെന്നുള്ളതാണ് ചോദ്യം. പലരെയും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉത്തരം പറയുക. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരന്റെ, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മലയാളി എഴുത്തുകാരന്റെ, അതിനേക്കാൾ ആഘോഷിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള വാചകമാണിത്. ബിന്ദു രാജേഷ് പറവൂർ, ജയശ്രീ ജോൺ എന്നുള്ളവർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ്, MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന പുസ്തകത്തിൽ നോവലിൽ നിന്നുള്ള വരിയാണ് ഞാൻ വായിച്ചത്. ഈ ക്വിസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഓർമ്മ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ പോലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മളൊരു പുസ്തകത്തെ എത്രത്തോളം ഡെപ്തിൽ വായിക്കുന്നുണ്ട്, ഓർത്തു വെക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. വെറുതെ വായിച്ചു തള്ളുക എന്നുള്ളതല്ലാതെ പുസ്തകത്തെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി സമീപിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പരിശോധന കൂടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഈ പറയുന്ന കഥാപാത്രങ്ങൾ ഏത് മലയാളം നോവലിലാണ് ഉള്ളത് എന്ന് പറയണം. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്. എല്ലാം പർവ്വതങ്ങളുടെ പേരാണെന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത് മലയാളത്തിലെ ഒരു നോവലിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ്. ഏത് നോവൽ, ആരെഴുതിയത്? ഒന്നുകൂടി പറയാം. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്. ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ലൈവിൽ എന്നോടൊപ്പം ചേരണം എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ജോയിൻ കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളിവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കും. ആരെയും ആഡ് ചെയ്യാൻ ഫേസ്ബുക്ക് സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ചോദ്യം ഒന്നുകൂടി പറയാം. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്. ഈ കഥാപാത്രങ്ങൾ ഉള്ള മലയാളം നോവലിന്റെ പേരെന്താണ്? നോവൽ എഴുതിയത് ആരാണ്? അത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമല്ല. ഞാൻ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ പുസ്തകം വായിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു പുസ്തകം കൂടിയാണത് എന്നുള്ളത്. ഉത്തരം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി പറയാൻ ഞാൻ. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്. ഇത്തരം പേരുള്ള കഥാപാത്രങ്ങളുള്ള
മലയാളം നോവൽ ഏതാണ്? ഇതൊരു ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഉത്തരങ്ങൾ ആരെങ്കിലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ ഉത്തരം, ഈ ചോദ്യം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കാം. ഈ കഥാപാത്രം ഏത് നോവലിൽ എന്നുള്ളതാണ് ചോദ്യം. സമീറ പർവീൻ. സമീറ പർവീൻ ഏത് നോവലിൽ ആരെഴുതിയ കഥാപാത്രമാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുള്ള 99% ആളുകളും ഈ പേരും ഇയാളെ കുറിച്ച് അറിയാനായി ഗൂഗിൾ ചെയ്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അതായത് റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥ സംഭവമാണ് എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണത്. സമീറ പർവീൻ ഈ പേരുള്ള കഥാപാത്രമുള്ള മലയാളം നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കമന്റുകൾ വരുന്നില്ല. സമീറ പർവീൻ എന്നുള്ള കഥാപാത്രമുള്ള നോവൽ ഏതാണ്? ഒരു ക്ലൂ പറയാം. മലയാളത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള നോവൽ എഴുതിയിട്ടുള്ള ഒരു കഥാകാരന്റെ മറ്റൊരു നോവലാണ് ഇത്. അതൊരു ഇരട്ട നോവൽ കൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരേ ഒരു ഇരട്ട നോവൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വേറെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സമീറ പർവീൻ ആരുടെ ഏത് നോവലിലെ കഥാപാത്രമാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ വാചകം ഏത് നോവലിൽ നിന്നുള്ളതാണെന്ന് പറയണം. വാശി പിടിച്ചും നേടിയതെന്തും നേടിയാൽ പിന്നെ സുഖകരമായിരിക്കും. സുഖകരമല്ല, ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. അത് ഏത് നോവലിലെ വാചകമാണെന്നുള്ളതാണ് പറയേണ്ടത്. ഒന്നുകൂടി വായിക്കാം. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലിലെ വാചകമാണിത്. ആരുടെ ഏത് നോവൽ എന്നുള്ളതാണ് ചോദ്യം. മുൻപ് ചോദിച്ച ചോദ്യത്തിന് സിൽവി മൈക്കിൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇരട്ട നോവലിലെ ഒരു നോവലാണത്. പക്ഷെ സമീറ പർവീൻ പ്രധാനമായും വരുന്നത് ഇരട്ട നോവലിലെ ഇരട്ടയിലാണ്. ആ നോവലിന്റെ പേരാണ് പറയേണ്ടത്. ജയശ്രീ ജോൺ ഉത്തരം പറഞ്ഞത് ശരിയാണ്. മുല്ലപ്പൂ മണമുള്ള കുറച്ചുകൂടി ഉണ്ട്. എങ്കിലും ജയശ്രീ ജോണിന് ഒരു പോയിന്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നു. മുല്ലപ്പൂ മണമല്ല പക്ഷെ ഉള്ളത്. വേറെ ആരെങ്കിലും കൃത്യമായ പേര് പറയുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ജയശ്രീ ജോണിന് പോയിന്റ് കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. വാശി പിടിച്ച് നേടിയത് എന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. ഇത് ഏത് നോവലിലെ വാചകമാണ് എന്നുള്ളതാണ് ചോദ്യം. ജയശ്രീ ജോൺ തന്നെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സമീറ പർവീൻ എന്നൊരാളുണ്ടായിരുന്നു എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ നോവൽ ബെന്യാമിൻ രചിച്ചിരിക്കുന്നത്. അതിന്റെ ഇരട്ടയാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി പറയുകയാണ്. അതിന് ഉത്തരം ആരും ഇതുവരെ പറഞ്ഞില്ല. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക് എന്നീ പർവ്വതങ്ങളുടെ പേരുള്ള കഥാപാത്രങ്ങൾ വരുന്ന മലയാളം നോവൽ ഏതാണ്? ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരവും ആരും പറഞ്ഞിട്ടില്ല. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. സിൽവി മൈക്കിളിന് പോയിന്റ് വേണമെന്ന് പറയുന്നുണ്ട്. മുല്ലപ്പൂ ആയതുകൊണ്ട്
നാണമാണെന്ന് തെറ്റിദ്ധരിച്ചതിനാണ് പോയിന്റ് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് സിൽവിക്ക് ഒരു 1/2 പോയിന്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ മത്സരം കനക്കുകയാണ്. ബിന്ദു രാജേഷും ജയശ്രീ ജോണും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരും ഒക്കെ ശ്രമിക്കൂ, നിങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ പറയാൻ പോകുന്ന കഥാപാത്രം ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് പറയണം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പുക്കിളി. അപ്പുക്കിളി എന്ന് പേരുള്ള കഥാപാത്രം മലയാളത്തിലെ ഏത് പ്രസിദ്ധ നോവലിൽ നിന്നുള്ളതാണ്, ആരുടെയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ ഇരട്ടയുടെ ആദ്യത്തെ ബുക്ക് ഞാനാണ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടയ്ക്ക് 1/2 പോയിന്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. സിൽവി മൈക്കിൾ. ജയശ്രീക്ക് കൊടുത്തോളൂ പാവോലെ എന്ന് ബിന്ദു രാജേഷ് പരവൂർ പറയുന്നുണ്ട്. ഇല്ല, ഇതൊരു മത്സരമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പോയിന്റ് കണക്കാക്കി മാത്രമേ വിജയിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. സിൽവി മൈക്കിൾ പെട്ടെന്ന് തന്നെ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന OV വിജയന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഈ പറഞ്ഞ അപ്പുക്കിളി എന്നുള്ള കഥാപാത്രം. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഞാൻ ഈ പറയാൻ പോകുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് പറയേണ്ടത്. പുസ്തകത്തിന്റെ പേര് പ്രേമനഗരം. പ്രേമനഗരം എന്നുള്ള പുസ്തകം ആരാണ് രചിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. അതിനിടയിൽ ഞാൻ പോയിന്റ് ഒന്ന് പറഞ്ഞേക്കാം. ബിന്ദു രാജേഷ് 3 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ജയശ്രീ ജോൺ 5.5 പോയിന്റ് നേടി മുന്നിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മത്സരിക്കാവുന്നതാണ്. സിൽവി മൈക്കിളിന് 1.5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ദീപേഷ് ചുഴലി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് എന്നാണ് ഉത്തരം. ബിന്ദു രാജേഷ് മുഴുവൻ പേര് പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് പുതുപ്പണം. അതുകൊണ്ട് ബിന്ദു രാജേഷിന് ഞാൻ പോയിന്റ് കൊടുക്കുന്നു. ജയശ്രീ ജോണും ബിനീഷ് പുതുപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് ജയശ്രീ ജോണിനും. ദിവ്യ ശ്രീകുമാറും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് പുതുപ്പണത്തിന്റെ നോവലാണ് പ്രേമനഗരം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ പറയുന്ന 3 കഥാപാത്രങ്ങൾ ഏത് മലയാള നോവലിൽ നിന്നുള്ളതാണെന്ന് പറയണം. രേഖ, രശ്മി, ബിന്ദു. കണക്കുമായി ബന്ധമുള്ള കഥാപാത്രങ്ങളാണിവ. ഈ നോവലിനും കണക്കുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഏതാണ് നോവൽ എന്ന് പറയുക? രേഖ, രശ്മി, ബിന്ദു. ഈ കഥാപാത്രങ്ങൾ വരുന്ന മലയാളം നോവൽ ഏതാണ്? ബിനീഷ് പുതുപ്പണത്തെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ദിവ്യ ശ്രീകുമാർ, റിയാസ് പള്ളിശ്ശേരി, സന്തോഷ് കുമാർ വിളമ്പിൽ തുടങ്ങിയവരെല്ലാവരും ഈ ഉത്തരം പറയുന്നുണ്ട്. അടുത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക. രേഖ, രശ്മി, ബിന്ദു ഈ 3 കഥാപാത്രങ്ങൾ വരുന്ന മലയാളം നോവൽ ഏതാണ്? ജയശ്രീ ജോൺ ഇതിന്റെ കിരീടം കൊണ്ടുപോകുന്നാണ് തോന്നുന്നത്. ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ള ഉത്തരം ജയശ്രീ ജോൺ പറഞ്ഞിരിക്കുന്നു. TD രാമകൃഷ്ണൻ രചിച്ച ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന നോവലിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് രേഖ, രശ്മി, ബിന്ദു എന്നത്. അടുത്ത ചോദ്യം, ഈ വാചകം ഏത് നോവലിൽ നിന്നുള്ളതാണ്? മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഇത് ഏത് പ്രശസ്ത മലയാളം നോവലിൽ നിന്നുള്ള വരികളാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പുസ്തകത്തിന്റെ പേരും ഈ രചയിതാവിന്റെ പേരും ഈ ലൈവിൽ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ക്ലൂ. ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ള ഉത്തരം ദിവ്യ ശ്രീകുമാറും നൽകിയിട്ടുണ്ട്. മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഈ പുസ്തകം ആര് രചിച്ചതാണ്? എന്താണ് നോവലിന്റെ പേര് എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ഞാൻ ചോദിച്ച രേഖ, രശ്മി, ബിന്ദു
എന്നീ കഥാപാത്രങ്ങൾ ഫ്രാൻസിസ് സിറ്റിക്കോരയിലാണ് എന്നുള്ളത് സന്തോഷ് കുമാർ വിളമ്പിൽ, ദിവ്യ ശ്രീകുമാർ, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ച ചോദ്യം മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഇത് ഏത് പ്രശസ്ത നോവലിലെ വരിയാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് ആരെയും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഈ രചയിതാവിനെയും അതുപോലെ തന്നെ ഈ പുസ്തകത്തെ കുറിച്ചും നമ്മൾ ഈ ലൈവിൽ തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ക്ലൂ. ജയശ്രീ ജോൺ പറയുന്നു പ്രേമനഗരം അല്ല, ഇത് അതിനേക്കാൾ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് കണക്ട് ആകുന്നില്ല, അല്ലെങ്കിൽ ഡിക്ലൈൻ ആകുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ചോദ്യം ഇതാണ്: മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഇത് ആരുടെ ഏത് നോവലിൽ നിന്നുള്ള വരികളാണെന്നുള്ളതാണ് ചോദ്യം. റാം കെയർ ഓഫ് ആനന്ദി ആണോ എന്ന് ബിന്ദു രാജേഷ് പരവൂർ ചോദിക്കുന്നു. അല്ല. മഞ്ഞാണോ എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നു. അല്ല. കേട്ടില്ല എന്ന് സിൽവി മൈക്കിൾ പറയുന്നു. ചോദ്യം ഇതാണ്: മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. ഒരു ക്ലൂ ഞാൻ പറയാം. ഈ പുസ്തകം രചിച്ചത് ബെന്യാമിനാണ്. ജയശ്രീ ജോൺ മാക്സിമം എല്ലാ പുസ്തകങ്ങളുടെ പേരും, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളുടെ പേരും പറഞ്ഞെങ്കിലും ഈ പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. സിൽവി മൈക്കിൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞവേൽ മരണങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സന്തോഷ് കുമാർ, കേൾക്കാമോ? വീഡിയോ സ്റ്റക്കാണല്ലോ. ബിന്ദു രാജേഷ് പരവൂർ, അനിൽ കൃഷ്ണ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. മഞ്ഞവേൽ മരണങ്ങൾ ശരിയാണ് ഉത്തരം. മഞ്ഞവേൽ മരണങ്ങൾ ബെന്യാമിൻ രചിച്ച പ്രശസ്തമായ നോവലാണ്. അതിൽ നിന്നുള്ള ഒരു വാചകമാണ്: മറക്കാൻ കാരണങ്ങൾ വേണ്ട, ഓർമ്മിക്കാനല്ലേ കാരണങ്ങൾ വേണ്ടത്. സന്തോഷ് കുമാർ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഈ പുസ്തകം ആര് രചിച്ചതാണെന്നാണ് പറയേണ്ടത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം അറിയാത്ത വായനാ പ്രേമികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിദംബര സ്മരണ ഈ പുസ്തകം ആര് രചിച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം തന്നെ ഉത്തരം കമന്റ് ചെയ്യുക. ഇതുവരെയുള്ള പോയിന്റ് നില പറയാം. ജയശ്രീ ജോൺ 7.5 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. ബിന്ദു രാജേഷ് 4 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. സിൽവി മൈക്കിൾ 2.5 പോയിന്റ് നേടിയിട്ടുണ്ട്. ജയശ്രീ ജോൺ വീണ്ടും പോയിന്റ് നേടി മുന്നേറുകയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അനുഭവക്കുറിപ്പുകളാണ് ചിദംബര സ്മരണ എന്നുള്ള പുസ്തകം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ പറയുന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ് എന്ന് പറയണം. ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. മല്ലി എന്നുള്ള കഥാപാത്രം ഏത് നോവലിലെ കഥാപാത്രമാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം
കമന്റ് ചെയ്യുക. മല്ലി എന്നുള്ള കഥാപാത്രം. ദീപേഷ് ചുഴലി പറയുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ശരിയാണ്. ചിദംബര സ്മരണ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ പുസ്തകമാണ്. ബിന്ദു രാജേഷ് പറവൂർ, സിൽവി മൈക്കിൾ തുടങ്ങിയവരൊക്കെ, ദിവ്യ ശ്രീകുമാർ തുടങ്ങിയവരൊക്കെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചോദ്യം, മല്ലി എന്നുള്ള പുസ്തകം, മല്ലി എന്നുള്ള കഥാപാത്രം ഏത് മലയാളം പുസ്തകത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. എനിക്ക് റിക്വസ്റ്റ് തരുന്നവരെയൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെയും ഇവിടെ ആഡ് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഉത്തരം ആരും പറഞ്ഞില്ല. മല്ലി എന്നുള്ള കഥാപാത്രം ഏത് നോവലിൽ നിന്നുള്ളതാണ്? സോഷ്യൽ മീഡിയയിൽ റീലുകളിലൂടെയൊക്കെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അനിൽ കൃഷ്ണ പറഞ്ഞ ഉത്തരമാണ് ശരി. റാം കെയർ ഓഫ് ആനന്ദി. അതിലെ വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കഥാപാത്രമാണ് മല്ലി. ഒരു ട്രാൻസ് വുമൺ ആണ് മല്ലി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? ഞാൻ നേരത്തെ ചോദിച്ചിട്ട് ഉത്തരം പറയാത്തൊരു ചോദ്യം വായിക്കാം. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. ഇത് ഏത് നോവലിലെ വരികളാണെന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തെ ആധാരമാക്കി സിനിമയും ഉണ്ടായിട്ടുണ്ട്. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിപ്പിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. ആരെങ്കിലും ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലൂ. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? വീണ്ടും ഈ ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഞാൻ അടയാളപ്പെടുത്തി വെക്കാം. അടുത്ത ചോദ്യം, ഈ നോവൽ ആര് രചിച്ചതാണ് എന്നുള്ളതാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ള നോവൽ ആരുടെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മാധവിക്കുട്ടിയുടെ ആണോ എന്ന് ബിന്ദു രാജേഷ് പറവൂർ ചോദിക്കുന്നു. മാധവിക്കുട്ടിയുടെ അല്ല, എന്നാലും കുറച്ച് പഴയ ഒരു നോവലാണിത്. വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. അതിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമയും ഇറങ്ങിയിരുന്നു. ജയശ്രീ ജോൺ പറഞ്ഞ ഉത്തരം ശരിയാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ KR മീരയുടെ നോവലാണ്. ബിന്ദു രാജേഷ് പറവൂർ, ദിവ്യ ശ്രീകുമാർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. സന്തോഷ് കുമാർ വിളമ്പിൽ, ദീപേഷ് ചുഴലി പറഞ്ഞത് ശരിയാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ പുസ്തകമാണ്, നോവലാണ്. പേര് ഒന്ന് പറയാവോ? വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിപ്പിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്. ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ ആ നോവലിന്റെ പേരെന്താണ്? ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആരും ഉത്തരം പറയുന്നില്ലേ? ജയശ്രീ ജോൺ, ബിന്ദു രാജേഷ് പറവൂറ ഒക്കെ ഉത്തരം പറയുന്നുണ്ട്. അപർണ ആനന്ദ് പറയുന്നുണ്ട്. സിൽവി മൈക്കിൾ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഉത്തരം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്നുള്ള നോവലിൽ നിന്നുള്ള വരിയാണ്. ഒന്നുകൂടി വായിക്കാൻ ഞാൻ. വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖകരമായിരിക്കും. മനസാക്ഷിയെ നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട്.
അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ പറയാൻ പോകുന്ന പുസ്തകം ആര് രചിച്ചതാണെന്ന് പറയണം. അതും ഈ അടുത്ത കാലത്ത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ പുസ്തകം വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. പുസ്തകത്തിന്റെ പേര് ഒരിക്കൽ. ഞാൻ മുൻപ് പറഞ്ഞ ഉത്തരത്തിന്റെ രചയിതാവുമായി ബന്ധം കൂടിയുള്ള ഒരാളാണ്. ഒരിക്കൽ എന്നുള്ള പുസ്തകം, നോവല് രചിച്ചത് ആരാണ്? ആത്മകഥാപരമായിട്ടുള്ള ഒരു നോവലാണ് ഒരിക്കൽ. രചയിതാവിന്റെ മരണശേഷം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് വളരെയധികം പോപ്പുലർ ആകുകയും കൂടുതൽ കൂടുതൽ പതിപ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഉത്തരം ആരെങ്കിലും പറയുമോ എന്ന് നോക്കട്ടെ. ദീപേഷ് ചുഴലി ചെറിയൊരു തെറ്റുണ്ട്, തിരുത്തിയാൽ നമുക്ക് ദീപേഷിനെ വിജയിയായി പറയായിരുന്നു. സന്തോഷ് കുമാർ വിളമ്പിൽ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ മോഹനൻ ആണ് ഒരിക്കൽ എന്നുള്ള നോവലിന്റെ രചയിതാവ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്നിസാക്ഷി രചിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ് എൻ മോഹനൻ. അദ്ദേഹത്തിന്റെ ഈ നോവൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഭയങ്കര ഒരു ക്രേസായി മാറിയത്. അതിന്റെ ഒരുപാട് പതിപ്പുകൾ വരുന്നുണ്ട്. ബിന്ദു രാജേഷ് പറവൂർ, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ ഉത്തരം ശരിയായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ പുസ്തകം ആര് രചിച്ചത് എന്നുള്ളതാണ്. പുസ്തകത്തിന്റെ പേര് ആൽഫ. ആരാണ് ഉത്തരം പറയുന്നത് നോക്കട്ടെ. ആൽഫ എന്നുള്ള നോവൽ രചിച്ചത് ആരാണ്? നമ്മുടെ പോയിന്റുകൾ ഒന്നുകൂടി പറയാം. ഒമ്പതര പോയിന്റുകളുമായിട്ട് ജയശ്രീ ജോൺ ആണ് ഒന്നാമത് നിൽക്കുന്നത്. 5 പോയിന്റുമായി ബിന്ദു രാജേഷ് പിന്നിലുണ്ട്. ജയശ്രീ ജോൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ടി ഡി രാമകൃഷ്ണനാണ് ആൽഫ എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ നമ്മുടെ ഇതുവരെ ഉത്തരം പറയാതെ പോയ ഒരേ ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ ചോദ്യം ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഈ കഥാപാത്രങ്ങൾ ടി ഡി രാമകൃഷ്ണൻ, ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു ഉത്തരം ശരിയാണ്. സന്തോഷ് കുമാർ വിളമ്പിൽ TDR ശരി ഉത്തരമാണ്. അപർണ ആനന്ദ്, എൻ മോഹനൻ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. ഇതുവരെ ഉത്തരം കിട്ടാത്ത ചോദ്യം, സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്, പർവ്വതങ്ങളുടെ പേരുള്ള ഈ കഥാപാത്രങ്ങൾ മലയാളത്തിലെ ഏത് നോവൽ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഞാനും പറയുന്നില്ല, കാരണം ലൈവ് ഇനി കാണാൻ പോകുന്നവർക്ക് ഈ ചോദ്യം ബാക്കിയാകട്ടെ. അപ്പോൾ ഇന്നത്തെ പുസ്തക ദിന സ്പെഷ്യൽ ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുസ്തകങ്ങൾ എത്രത്തോളം അടുത്തറിയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെക്ക് കൂടിയാണ് ഇതെന്ന് വിചാരിക്കുക. നമ്മൾ വെറുതെ വായിച്ചു തള്ളാതെ, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതെല്ലാം വായിച്ചു തള്ളാതെ സെലക്റ്റീവായി വായിക്കാൻ കൂടി നോക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ള എന്റർടൈൻമെന്റുകളോ അറിവുകൾ നേടാനുള്ള വഴികളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുസ്തകമായിരുന്നു നമ്മളുടെ ഏക ഒരു സോഴ്സ് ഓഫ് നോളേജ് ആൻഡ് എന്റർടൈൻമെന്റ് എല്ലാം. പക്ഷെ ഇപ്പൊ നമുക്ക് മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സോഴ്സസും ഉള്ളത് കൊണ്ട് പുസ്തകങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആകേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. അപ്പോ പോയിന്റ് പ്രകാരം ജയശ്രീ ജോണാണ് വിജയിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. 2ാം സ്ഥാനത്ത് ബിന്ദു രാജേഷ് പറവൂറാണ്. 3ാം സ്ഥാനത്ത് സിൽവി മൈക്കിളും. നിങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റുകൾ നേടാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു. ഞാൻ വളരെ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ സന്തോഷ് കുമാർ വിളമ്പിൽ പറയുന്നു അക്ബർ ചക്രവർത്തി അല്ല, സത്യന്റെ മകൻ ദീപേഷ് ചുഴലി അല്ല. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഒപ്പം ഞാൻ ഈ പുസ്തകം വായിക്കാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യും. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാങ്ക്, പർവ്വതങ്ങളുടെ പേരുള്ള ഈ കഥാപാത്രങ്ങൾ വരുന്ന മലയാളം നോവൽ ഏതാണ്?
അപ്പോ ജയശ്രീ ജോണിനുള്ള സമ്മാനം ഞാൻ പ്രത്യേകിച്ച് തരുന്നതായിരിക്കും. ബിന്ദു രാജേഷ് പറവൂറിനുള്ള നാരങ്ങ മിഠായിയും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമന്റിൽ പറയുക. നമുക്ക് തുടർച്ചയായി ഇത് ചെയ്യാവുന്നതാണ്. നാളെ ഞാൻ വീണ്ടും വരും, പക്ഷേ മറ്റൊരു ക്വിസുമായി. പുസ്തകമല്ല, നാളെയും ക്വിസ് തന്നെയാണ്. നാളെ അപ്പം നമുക്ക് കുറച്ച് സംഗീത സാന്ദ്രമായ ക്വിസ് ആയാലോ? അപ്പോൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ, സിനിമാ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നാളെ എത്തുക. ചിലപ്പോൾ സമയത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, എന്നാലും നാളെ ഏത് സമയത്തും ഞാൻ ലൈവിൽ പ്രത്യക്ഷപ്പെടാം എന്നുള്ള ഒരു പ്രവചനത്തോടു കൂടി ഇന്നത്തെ ലൈവ് അവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ പുസ്തക ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ വായന തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കുക. നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കൂട്ടക്ഷരങ്ങൾ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ www.കൂട്ടക്ഷരങ്ങൾ.com എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രചയിതാക്കളുടെ മികച്ച കഥകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അതിൽ നിന്ന് തുടങ്ങാൻ എങ്കിലും നിങ്ങൾ ശ്രമിക്കുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷെ വായിച്ചാൽ വിളയും എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണല്ലോ. നമുക്ക് വായിച്ചു വളരാം. നമ്മളങ്ങനെ ഒരു വളർച്ച മുരടിച്ചു പോയ മനുഷ്യരായി പോകുന്നതിൽ പരം ഒരു മോശമില്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും നമുക്ക് വളരാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ വായന എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുക, പുതിയ പുതിയ രചയിതാക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കൂട്ടക്ഷരങ്ങൾ.com എഴുതുക. അപ്പോൾ മറ്റൊരു ലൈവ് സെഷനിൽ വീണ്ടും കാണാം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. സഹ്യൻ, ആരവല്ലി, വിന്ധ്യ, ആൽപ്സ് മൗണ്ട് ബ്ലാക്ക് ഈ കഥാപാത്രങ്ങളുള്ള മലയാളം പുസ്തകം ഏതാണ്? നോക്കട്ടെ ആരായിരിക്കും ഇതിന്റെ ഉത്തരം പറയുക എന്ന്. അപ്പോൾ മറ്റൊരു ലൈവ് സെഷനിൽ നാളെ കാണാം. അടുത്ത ക്വിസുമായിട്ട് എല്ലാവരും തയ്യാറായിരിക്കുക. നന്ദി, നമസ്കാരം.